നമുക്ക് നൈരാശ്യമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇച്ഛാഭംഗം ഉണ്ടാക്കുന്ന പല ഘടകങ്ങളിലൊന്നാണ് ഈ സാമ്പത്തിക പരാധീനത, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ പഠിച്ച ആ ബിരുദത്തിനനുസരിച്ചിട്ടുള്ള പ്രൊഫൈലിലുള്ള ജോലി ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിരാശ ബാധിച്ചിട്ടുള്ള, ഇച്ഛാഭംഗം ബാധിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരിൽ ചിലരെങ്കിലും ഈ കോപത്തിൻ്റെ ചിറകിലേറി അവരുടെ വ്യക്തിബന്ധങ്ങളിലെല്ലാം അലോസരമുണ്ടാക്കുന്ന രീതികളിലേക്ക് പോകുന്നുണ്ട്. പല വീടുകളിലും ഗാർഹിക പീഡനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡയമെൻഷൻ വയലൻസ് തന്നെയാണ്. ജീവിത പങ്കാളിയെ തല്ലുക, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് പാർട്ട്ണറെ തല്ലുക, ഇതെല്ലാം വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് ന്യായമുണ്ട്. ഞാനിത് ചെയ്തത് എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായത് കൊണ്ടാണ്, ഞാനിത് ചെയ്തത് നമ്മൾ വലിയ സാമ്പത്തിക കടത്തിലാണ്, അതുകൊണ്ടാണ് ചെയ്തത് എന്ന് ന്യായം പറഞ്ഞതുകൊണ്ട് അതിനോടുള്ള റിയാക്ഷനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വൈ ഡു യു വാണ്ട് ടു ബി അഗ്രസീവ് ഇഫ് യു ഹാവ് എ പ്രോബ്ലം? ദർ ആർ ബെറ്റർ വേസ് ഓഫ് ഹാൻഡ്ലിങ് ഇറ്റ് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിനെ, നിങ്ങളുടെ വൈകാരിക വിക്ഷോഭത്തിനെ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ, പക്വമായ രീതിയിൽ, നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ആളെ നോവിക്കാതെ, ചുറ്റുമുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാതെ സ്വയം അതിനെ പരിഹരിച്ചു കൂടെ?